ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ടെഡി ബെയറുകളെ കുറിച്ചാണ്. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ചെറിയവരെന്നോ വലിയവരെന്നോ വ്യത്യാസമില്ലാതെ പ്രായഭേദമന്യേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കളിപ്പാട്ടമാണ് ടെഡി ബെയർ. ഈ ടെഡി ബിയറിന് ഇത്തരത്തിലൊരു പേര് വന്നതിന് പിറകിൽ, ഇത്രമാത്രം ഇത് പോപ്പുലറായിട്ടുള്ളൊരു ടോയ് ആയി മാറിയതിന് പിറകിൽ വളരെ രസകരമായുള്ളൊരു കഥയുണ്ട്. ആ കഥയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സംഭവം നടക്കുന്നത് ഒരു നൂറ്റാണ്ട് മുമ്പാണ്. കൃത്യമായി പറഞ്ഞാൽ 1902. കഥാപശ്ചാത്തലം മിസിസിപ്പി കാടുകളാണ്. കഥയിലെ നായകൻ ചില്ലറക്കാരനല്ല. അമേരിക്കയുടെ 26ാമത്തെ പ്രസിഡന്റായിരുന്ന പനാമ കനാലിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ച 1906 സമാധാന നോബൽ പ്രൈസ് ജേതാവ് കൂടിയായിരുന്ന തിയോഡോർ റൂസ്വെൽറ്റ് ആണ് നമ്മുടെ കഥയിലെ നായകൻ. റൂസ്വെൽറ്റ് എങ്ങനെയുള്ള ആളായിരുന്നു എന്നോ, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു എന്നോ, ഭരണം എത്രമാത്രം മികച്ചതായിരുന്നു എന്നോ ഒന്നും നമ്മൾ ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനുള്ള എല്ലാത്തിൻ്റെയും ഉത്തരം ഈ 1906 അദ്ദേഹത്തിന് തേടി വന്ന നോബൽ സമ്മാനം, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നമുക്ക് മറുപടി തരുന്നുണ്ട്. ആളുകൾക്ക് വളരെ ക്ഷേമകരമായ രീതിയിൽ 1901 മുതൽ 1909 വരെ അമേരിക്കയിൽ പ്രസിഡന്റായി തുടർന്നിരുന്ന റൂസ്വെൽറ്റിനെ ആളുകൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പേരായിരുന്നു ടെഡി എന്നുള്ളത്. അതെ, റൂസ്വെൽറ്റിന്റെ അപരനാമമായിരുന്നു ടെഡി. ഈ തിരക്കിൽ നിന്നെല്ലാം മാറി ഒരു റിലാക്സേഷനുള്ള ഒരു വഴിയായിട്ട്, ഒരു ഹോബിയായിട്ട് റൂസ്വെൽറ്റ് കണ്ടിരുന്നത് വേട്ടയാടലായിരുന്നു. ഇടയ്ക്കിടെ ഭരണകാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ട് കുറച്ച് ദിവസം വേട്ടക്കായി കൂട്ടുകാർക്കൊപ്പം കാട്ടിലേക്ക് പോകുക എന്നുള്ളത് റൂസ്വെൽറ്റിന്റെ പതിവായിരുന്നു. അത്തരത്തിൽ കൂട്ടുകാർക്കൊപ്പം വേട്ടക്കായി പുറപ്പെട്ട 1902 നമ്മൾ ഈ പറയുന്ന കഥ നടക്കുന്നത്. അദ്ദേഹം വേട്ടക്കായി പുറപ്പെടുന്നത് മിസിസിപ്പി കാടുകളിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ സഹ വേട്ടക്കാരുണ്ട്, അദ്ദേഹത്തിൻ്റെ സഹായികളുണ്ട്, എല്ലാം ഉണ്ട്. അവർ ദിവസങ്ങളോളം കാട്ടിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ കൂടെ വന്നിട്ടുള്ള എല്ലാവർക്കും അവർ ആഗ്രഹിക്കുന്നത് പോലെ പല മൃഗങ്ങളെയും വേട്ടയാടാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രസിഡന്റ് റൂസ്വെൽറ്റിന് മാത്രം കാര്യമായിട്ടൊന്നും തടയുന്നില്ല. ദിവസങ്ങളോളം വേട്ടയാടിയിട്ടും റൂസ്വെൽറ്റിന്റെ മുമ്പിൽ ഒരു മൃഗം പോലും വീഴുന്നില്ല. അദ്ദേഹത്തിന് ഒരു മൃഗത്തെ പോലും ഫലപ്രദമായ രീതിയിൽ വേട്ടയാടാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു മൃഗത്തെ പോലും വേട്ടയാടാൻ പറ്റിയില്ല എന്ന നിരാശ പ്രസിഡന്റിന് ഉണ്ടെങ്കിലും അദ്ദേഹം വേട്ട അവസാനിപ്പിച്ച് തിരിച്ചു പോരാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ പ്രസിഡന്റിന്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സഹായികൾക്കും വേട്ടക്കാർക്കും അദ്ദേഹത്തെ പ്രസിഡന്റിനെ വെറും കൈയോടെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ അവരുടെ മനസ്സ് അനുവദിച്ചില്ല. അവർ പ്രസിഡന്റിന് വേണ്ടി ഒരു മൃഗത്തെ കെണിവെച്ച് പിടിക്കാനും ആ മൃഗത്തെ പ്രസിഡന്റിന് വേട്ടയാടാൻ പാകത്തിൽ ബന്ധിപ്പിക്കാനും അവർ തീരുമാനിക്കുന്നു. അങ്ങനെ അതിനുവേണ്ടി അവർ ഒരുക്കിയ കെണിയിൽ നിർഭാഗ്യവശാൽ ഒരു കരടിക്കുഞ്ഞാണ് വന്നു വീഴുന്നത്. ആ കരടിക്കുഞ്ഞിനെ അവർ ഒരു മരത്തിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ബന്ധിപ്പിച്ച കരടിക്കുഞ്ഞിന്റെ അടുത്തേക്ക് ഇവർ പ്രസിഡന്റിനെ കൊണ്ടുവരികയും പ്രസിഡന്റിനോട്, നിങ്ങൾ ഈ കരടിയെ വെടിവെച്ചോളൂ, നിങ്ങൾ വേട്ടയാടി പിടിച്ചതാണെന്ന് പറഞ്ഞ് ഇതുമായി നമുക്ക് നാട്ടിലേക്ക് മടങ്ങാം എന്ന് അവർ പറയുമ്പോൾ പ്രസിഡന്റ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്: ഇല്ല, ഈ മൃഗത്തെ ഞാൻ വെടിവെക്കില്ല. ഇത്തരത്തിൽ ബന്ധിപ്പിക്കപ്പെട്ട നിസ്സഹായനായി നിൽക്കുന്ന ഒരു മൃഗത്തെ വേട്ടയാടുക എന്നുള്ളത് ഒരു മനുഷ്യത്വപരമായ കാര്യമല്ല, സ്പോർട്സ്മാൻ സ്പിരിറ്റേ അല്ല, എനിക്കതിന് സാധിക്കില്ല എന്നും പറഞ്ഞ് ആ മൃഗത്തെ സ്വതന്ത്രമാക്കാൻ പറഞ്ഞ് പ്രസിഡന്റ് തിരിച്ചു നടക്കുകയാണ്. അങ്ങനെ വേട്ട അവസാനിപ്പിച്ച് വെറും കൈയോടെ പ്രസിഡന്റ് നാട്ടിലേക്ക് തിരിച്ചെത്തുകയും പ്രസിഡന്റിന്റെ ഈ അത്ഭുതകരമായ ഈ ഒരു പ്രവൃത്തി വേട്ടക്കാർ വഴി നാട്ടിലാകെ ചർച്ചയാവുകയും ചെയ്തതോടെ പ്രസിഡന്റിനോടുള്ള നാട്ടുകാരുടെ ആദരവും ബഹുമാനവും വർദ്ധിക്കുകയാണ്. പ്രസിഡന്റിന്റെ ഈ ഒരു പ്രവൃത്തി ഏറെ മനുഷ്യത്വപരമായ മൃഗത്തിനോട് കാണിച്ചിട്ടുള്ള ഈ ഒരു കരുണ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതോടെ ഈ വാർത്ത അറിഞ്ഞ ക്ലിഫോർഡ് ബെരിമാൻ എന്ന കാർട്ടൂണിസ്റ്റ് പ്രസിഡൻഷ്യൽ ഹണ്ട് എന്ന പേരിൽ വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന പത്രത്തിൽ ഒരു കാർട്ടൂൺ വരയ്ക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തതോടെ അമേരിക്കയിൽ ഉടനീളം ഈ വാർത്ത പരക്കുകയും പ്രസിഡന്റിന്റെ ഈ മനസ്സിന്റെ വ്യാപ്തി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പ്രസിഡന്റിന്റെ ഈ ഒരു പ്രവൃത്തി വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഇതേ സമയം തന്നെ പ്രസിഡന്റിന്റെ ടെഡി എന്നുള്ള പേരും ചേർത്ത് ടെഡി ബെയർ എന്ന പേരിൽ ഒരു കരടിയുടെ ബൊമ്മയുണ്ടാക്കി വിൽക്കാം എന്നുള്ള ചിന്ത ആദ്യമായി കടന്നു വരുന്നത് മോറിസ് മിങ്ടൺ എന്നൊരു വ്യാപാരിയുടെ മണ്ടയിലാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കരടിയുടെ ബൊമ്മക്ക് ടെഡി ബെയർ എന്ന പേരിൽ ലാബിൽ ചെയ്ത് കച്ചവടത്തിന് വെച്ചതോടുകൂടി അത് ചൂടപ്പം പോലെ വിറ്റ് പോവാൻ തുടങ്ങി. അതിന് ആവശ്യക്കാർ ഏറി വരാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ ഐഡിയൽ ടോയ്സ് എന്ന കമ്പനി ഈ പേര് ടെഡി ബെയർ എന്ന പേര് കടമെടുക്കുകയും വലിയ തോതിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ടെഡി ബെയർ എന്ന പേരിൽ കരടിയുടെ ബൊമ്മകൾ ഉണ്ടാക്കി വിൽപ്പന ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ടെഡി ബെയർ എന്ന പേരിൽ ഈ കരടിയുടെ ബൊമ്മകൾ ലോകത്താകമാനം എങ്ങനെ പ്രസിദ്ധി ആർജിക്കുന്നതും ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടമായി മാറുന്നതും. ഇന്ന് നമുക്കറിയാം, പല രീതിയിൽ, പല രൂപത്തിൽ, പല സൈസിൽ, പല കളർ ടെഡി ബെയറുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ പ്രായഭേദമന്യേ ഇഷ്ടപ്പെടുന്ന ടെഡി ബെയർ എന്നൊരു കളിപ്പാട്ടത്തിന്റെ ഉത്ഭവം ലോകത്ത് സംഭവിക്കുന്നത്. പല വലിപ്പത്തിലും കളറിലും പല രൂപത്തിലുമുള്ള ടെഡി ബിയറുകൾ ഇന്ന് ആളുകൾ വളരെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ വാങ്ങുന്നുണ്ട്. അവരുടെ ഇഷ്ടപ്പെട്ടവർക്ക് സമ്മാനമായി നൽകുന്നുണ്ട്. അവർക്ക് ഏറ്റവും അവരുടെ ഒരു ഉറ്റ സുഹൃത്ത് പോലെ പലരും അതിനെ കാണുന്നുണ്ട്.
ചെറിയ കുട്ടികളൊക്കെ വളരെ സ്നേഹത്തോടെ ഇങ്ങനെ അണഞ്ഞുകൂടി പിടിക്കുന്നത് കാണുമ്പോൾ മുമ്പ് റൂസ്വെൽറ്റ് 902 മിസിസിപ്പിയിലെ കാട്ടിൽ ആ ഒരു കരടിക്കുഞ്ഞിനോട് കാണിച്ച സ്നേഹമാണ് ഇന്ന് ഈ കുട്ടികളിലൂടെ ഇപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നിപ്പോവാറുണ്ട്. ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഇതിലെ കഥാനായകൻ റൂസ്വെൽറ്റിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങളൊരു ടെഡി ബിയർ ലവർ ആണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. താങ്ക്